ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവെച്ചുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ടാകും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ പേര് തസ്രിയ ബഷീർ, ഹസ്ബൻഡ് ബഷീർ അഹമ്മദ്. ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി. എനിക്ക് 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും. മൂത്തമ്മോൻ്റെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ മോളെ നെയ്മാണ് തബസ്സും. ഇത് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ കുഞ്ഞു ഫ്ലാറ്റാണ്. എനിക്കിഷ്ടമാണ് ഫ്ലാറ്റിൽ താമസിക്കാൻ. വലിയ ഫ്ലാറ്റൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം 3 ബെഡ്റൂമും 3 ബാൽക്കണി അങ്ങനെയൊക്കെ ഉള്ളൊരു സാധാ ഫ്ലാറ്റ്. 7th ഫ്ലോറിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. പിന്നെ മോൻ്റെ കല്യാണത്തിന് കുറച്ച് മെയിൻറ്റെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഫ്ലാറ്റ് ആയത് കൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ 3 ബാത്റൂം ഉണ്ടായിരുന്നത് 1 ബാത്റൂം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് കണക്ഷനൊന്നും എടുക്കാതെ സ്റ്റോർ റൂമായിട്ട് യൂസ് ആക്കുന്നുണ്ട്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, വ്ളോഗൊന്നും ചെയ്തിട്ടില്ലേ, എന്താ വ്ളോഗ് ചെയ്യാത്ത, പിന്നെ എവിടെ താമസിക്കുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്ത് നോക്കാമെന്ന്. ഇതാണ് എൻ്റെ കിച്ചണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയാണിത്. ചെറിയ കിച്ചണാണ്, എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബാൽക്കണിയിലും മിക്സിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഹോളിഡേയ്സിൽ മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഹസ്ബൻഡും മോനുമൊക്കെ അവിടെയാണ് ജോലി. പിന്നെ ചെറിയ കുട്ടികളും അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാംഗ്ലൂരിൽ എൻ്റെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളായാലോ. എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എല്ലാവരെ പോലെ തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കിച്ചണിലോട്ട് പോകും. ഫ്രിഡ്ജിൽ അരച്ച് വെച്ച മാവ് എടുത്തൊന്ന് പുറത്ത് വെക്കും. പിന്നെ ചായ ഇട്ട് കുടിക്കും. എനിക്ക് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കട്ടിക്കുള്ള ചായ നിർബന്ധമാണ്. പിന്നെ അവരൊക്കെ കിടന്നുറങ്ങും, ഹസ്ബൻഡും മക്കളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങും. പിന്നെ ഓഫീസിലും കോളേജിലും പോകാനുള്ള ആ ഒരു സമയമാകുമ്പോഴേക്കേ എണീക്കത്തുള്ളൂ. പിന്നെ എനിക്ക് രാവിലെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല, കഴിയുന്നതും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി തന്നെ പ്രിപ്പയർ ആക്കി വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. തേങ്ങയൊന്നും ചേർക്കാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പമാണ്. മറ്റേ കടായിൽ വേണമെങ്കിലും ചുറ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാവർക്കും അങ്ങനെ മൊരിക്കാത്ത ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ രാവിലെ എല്ലാവരും ഒരുമിച്ച് കഴിക്കാറില്ല, എല്ലാവരും ഓരോ സമയത്താണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചന്ന മസാല ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ മതി എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും. പിന്നെ രാവിലെ അങ്ങനെ കുറേ പാത്രമൊന്നും ഉണ്ടാകാറില്ല, ഞാൻ അങ്ങനെ കുറേ പാത്രം കൂട്ടി വെക്കാറില്ല, അപ്പോൾ കഴുകി വെക്കാറുണ്ട്. പിന്നെ മക്കളായാലും അവരവർ കഴിച്ച പാത്രം അവർ കഴുകി വെക്കാറുണ്ട്. ചില ദിവസം തിരക്കിട്ട് പോകുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകും. പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി വെക്കും. ചെറിയ വീടാണ്, 3 ബെഡ്റൂമുള്ള. പിന്നെ അടിച്ചു വാരാനും തുടക്കാനുമൊക്കെ ഹെൽപ്പിനൊരാൾ വരുന്നുണ്ട്, അവർ വന്ന് ചെയ്തിട്ട് പോകും. എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ സമാധാനത്തോടെ കഴിക്കാമല്ലോ. എപ്പോഴും ഇങ്ങനെയൊന്നല്ല, ചിലപ്പോൾ പെട്ടെന്ന് കഴിക്കാറുണ്ട്, കൂടുതലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ തുണിയൊക്കെ ഒന്ന് ഇറക്കാനിട്ടിട്ട് ചോറിനുള്ള അരി ഒന്ന് കഴുകിയിടും. ഇത് പിന്നെ സാധാ ചെയ്യുന്ന പോലെ തിളക്കുമ്പോൾ പിന്നെ നമ്മുടെ റൈസ് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുത്താൽ പിന്നെ അത് അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്ക് നോക്കിയാൽ മതിയല്ലോ. ഇതാണ് ഇവിടുത്തെ കിച്ചണ്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇവിടെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഒതുക്കി വെക്കലും ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ മൊബൈലൊക്കെ നോക്കി കഴിക്കാറാണ് പതിവ്. ഇനി ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജും കൂടെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാനല്ല, വറവ് ഇടാനാണ്. ഇതിപ്പോൾ ഇത്രയും വേണ്ട, കുറേ കൂടുതലുണ്ട്, ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കഴുകി വെള്ളമൊക്കെ വാർന്ന് വെക്കുക. പിന്നെ ഒരു കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. പിന്നെ 1-2 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു കുറച്ച് 1/4 കപ്പ്, ഓൾമോസ്റ്റ് 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക.
ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും കഴിക്കാൻ വരാറില്ല, ഹസ്ബൻഡ് വരാറുണ്ട്, പിന്നെ മോളും ചിലപ്പോൾ വരും, അവളെ കോളേജ് ഇവിടെ അടുത്താണ്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ടൊന്ന് വീണ്ടും വേവിക്കുക. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇത്രയും മതിന് ഇത് ഓഫാക്കുക. ഇനി മീൻ കറിക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ഒരു തേങ്ങയും അതിലേക്ക് 4-5 മുളക് ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച്. പിന്നെ 2 ടീസ്പൂണ് മല്ലി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ അരഞ്ഞ് വരുമ്പോഴേക്കും പുളി ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനെടുത്തിരിക്കുന്ന മീൻ അയലയാണ്, അപ്പോൾ അതിന് കറിവേപ്പില മസ്റ്റാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. തിളക്കുമ്പോൾ മീനിട്ട് കൊടുക്കുക. സോറി, ഞാൻ മീനിടുന്നത് വീഡിയോ റെക്കോർഡായിട്ടില്ല. ഞാൻ ഓൾറെഡി മീനിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ ഡിഷാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫാക്കി മാറ്റി വെക്കുക. ഇനി നേരത്തെ തിളപ്പിച്ച് കുക്കറിൽ വെച്ച ചോറ് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് വറുത്തെടുക്കാറ്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയായി. ഇനി ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂന്തലും കൂടെ കറി വെക്കുന്നുണ്ട്. ഒരു കടായിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷാക്കിയതിട്ട് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാല, ഇത്രയും ചേർത്ത് ഒന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഒരു ടൊമാറ്റോ ചേർത്ത് വഴറ്റി കൊടുക്കുക. ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞ് പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ ഒന്ന് വഴറ്റണം. പിന്നെ ഇവിടെ മക്കൾക്കൊന്നും മീൻ കറി അത്ര ഇഷ്ടമല്ല. പിന്നെ എല്ലാ ദിവസവും ഇതുപോലെയൊന്നുമല്ല, ഇടയ്ക്ക് ചിക്കൻ വെച്ചിട്ട് മട്ടൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പയറും കഞ്ഞിയും, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഉണക്കമീൻ ഫ്രൈ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഉടഞ്ഞ് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ക്ലീനാക്കി വെച്ച കൂന്തലിട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങയോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 1/2 കപ്പോ 1/4 കപ്പോ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഓഫാക്കി കൊടുക്കുക. ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാനിത് റെഡിമെയ്ഡ് പാക്കറ്റിലൊക്കെ കിട്ടുന്ന പൊടി തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് നല്ല സോഫ്റ്റ് ഡോ ആക്കി ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. കയ്യിൽ ഇച്ചിരി എണ്ണ തടവി കൊടുത്താൽ പെട്ടെന്ന് നല്ല ഷേപ്പിൽ ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ഒരു 200 ഗ്രാം പാക്കറ്റിൻ്റെ ഗുലാബ് ജാമുന് ഒരു 2.5 കപ്പ് ഷുഗറും 2.5 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇനി നേരത്തെ വെച്ച ബോൾസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ നമുക്കിത് ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആയത് പെട്ടെന്ന് മാറ്റാം. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് 1 മണിക്കൂർ മൂടി വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് കഴിക്കാം.
ഈ ഒരു സമയത്ത് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി വെച്ച ശേഷം പിന്നെ നിസ്കാരവും കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കും. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാറുണ്ട്. കുറച്ച് എഡിറ്റിങ്ങൊക്കെ ചെയ്യും ഈ സമയത്ത്. പിന്നെ ബോറടിക്കുമ്പോൾ ക്ലോസ് ആക്കി വെക്കും. പിന്നെ എല്ലാ ദിവസവും പുറത്തൊന്നും പോകാറില്ല. മക്കളൊക്കെ ഉള്ള സമയത്ത് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി രാത്രിക്കുള്ള പത്തിരി ഒന്ന് ചുട്ടെടുക്കണം. ഇത് ഞാൻ ഫ്രോസൺ ആക്കി വെച്ച പത്തിരിയാണ്. അങ്ങനെ കുറേ ദിവസമൊന്നും ഫ്രോസൺ ആക്കി വെക്കാറില്ല. 2-3 ദിവസം മാത്രമേ വെക്കാറുള്ളൂ. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായ ശേഷം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചുട്ടെടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് വീക്ക് ഞാൻ ഫ്രോസൺ ചപ്പാത്തിയുടെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്, സെയിം മെത്തേഡ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ പോയി നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് സിപ്പ് ലോക്ക് ബാഗിലൊക്കെ ആക്കി നല്ലോണം കവറാക്കിയ ശേഷം ഒരു നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലും കൂടി ഇട്ട് വെച്ചാൽ ഏറ്റവും നല്ലത്. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫ്രോസൺ ആക്കിയിട്ടൊന്നും വെക്കാനുള്ള സമയം കിട്ടാറില്ല. അതിനു വേണ്ടി മെനക്കെടാനുള്ള സമയമൊന്നും കിട്ടാറില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.